ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്ന സകല അഗ്നിപർവ്വതങ്ങളും പെട്ടെന്ന് ഒരു ദിവസം ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചെറുതും വലുതുമായ നിരവധി അഗ്നിപർവ്വതങ്ങളാണ് ഭൂമിയിലുള്ളത്. അതിൽ സജീവമായ 1500ഓളം അഗ്നിപർവ്വതങ്ങളാണ് കരയിൽ മാത്രമുള്ളത്. നിരവധി അഗ്നിപർവ്വതങ്ങൾ കടലിനടിയിലുണ്ടെങ്കിലും അവയുടെ എണ്ണം എത്രയാണെന്നുള്ളത് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഇതിൽ കരയിലെ വോൾക്കാനോസ് മാത്രം പൊട്ടിത്തെറിച്ചാൽ മതി, അതിന്റെ അനന്തരഫലങ്ങൾ നമുക്ക് തടയാനാവില്ല. എങ്കിൽ കരയിലെയും കടലിനടിയിലെയും സകല അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു സ്ഫോടനത്തിൽ അഗ്നിപർവ്വതങ്ങൾ വളരെ വലിയ തോതിൽ ലാവ പുറന്തള്ളുന്നുണ്ട്. അഗ്നിപർവ്വതങ്ങൾക്കടുത്തായി താമസിക്കുന്ന പ്രദേശവാസികളെയാണ് ഇത് വളരെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നത്. എന്നാൽ ഇതിനേക്കാളേറെ ഭൂമിയിലെ മൊത്തം മനുഷ്യരെയും ബാധിക്കാൻ പോകുന്നത് മറ്റൊന്നാണ്. സ്ഫോടനത്തിന് ശേഷം അഗ്നിപർവ്വതങ്ങൾ വലിയ അളവിൽ വിഷവാതകങ്ങളും ചാരവും പുറന്തള്ളുന്നുണ്ട്. ഇതിനെ തുടർന്ന് കാലാവസ്ഥയിൽ വളരെ വലിയ വ്യതിയാനങ്ങൾ തന്നെ ഉണ്ടാകും. ഈ ചാരവും പുകയും നിറഞ്ഞ കട്ടിയുള്ള ഒരു വലിയ പാളി പുതപ്പ് പോലെ ഭൂമിയെ ചുറ്റും. ഇത് ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും. ഇത് ഭൂമിയെ പൂർണ്ണമായും ഇരുട്ടിലാക്കും. ഇതുമൂലം ഫോട്ടോസിന്തസിസ് നടക്കാതെയാവുകയും വിളകളും മറ്റ് സസ്യങ്ങളും നശിക്കുകയും ചെയ്യും. അന്തരീക്ഷ താപനില കുത്തനെ കുറയും. ഈ പുകപാളി ചുരുങ്ങിയത് 10 വർഷമെങ്കിലും ഭൂമിക്ക് ചുറ്റും തങ്ങി നിൽക്കുമെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് തെളിവാണ് AD 536 ഐസ്ലാൻഡിലുണ്ടായ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനം. അന്ന് ലക്ഷക്കണക്കിന് ടൺ പുകയും ചാരവുമാണ് അന്തരീക്ഷത്തിൽ കലർന്നത്. അത് ഭൂമിയിൽ മുഴുവനായി വ്യാപിക്കുകയും ചെയ്തു. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കാതെയാവുകയും അതുമൂലം വിളകൾ നശിക്കുകയും ചെയ്തു. 18 മാസത്തോളമാണ് ഭൂമി ഇരുട്ടിലായത്. ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരണപ്പെടുകയും ചെയ്തു. അന്ന് യൂറോപ്പിലെ താപനില 3 വർഷം സാധാരണയിൽ നിന്ന് 2.7 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞിരുന്നു. മറ്റൊന്നാണ് 1991 പിനാറ്റുബോ അഗ്നിപർവ്വത സ്ഫോടനം. അന്നും 2 വർഷത്തോളം അന്തരീക്ഷ താപനില 0.4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുകയുണ്ടായി. പിന്നീട് മനുഷ്യർ നേരിടേണ്ടി വരുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ആസിഡ് റെയിൻ അഥവാ അമ്ലമഴ. വോൾക്കാനിക് ഗ്യാസസ് ആയ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്നിവയുടെ അളവ് അന്തരീക്ഷത്തിൽ വലിയ തോതിൽ കൂടുകയും ഇത് ഘനീർഭവിച്ച് ആസിഡ് മഴയായി മാറുകയും ചെയ്യും. സമുദ്ര ഉപരിതലത്തെയും ഭൂഗർഭജലത്തെയും മലിനമാക്കാൻ ആസിഡ് മഴ കാരണമാകും. അതുകൊണ്ട് തന്നെ സമുദ്രത്തിലെ പവിഴപ്പുറ്റുകളും സമുദ്രജീവികളും എന്നേക്കുമായി ഇല്ലാതെയാകും. കടലിലുണ്ടായ ആസിഡിഫിക്കേഷൻ മുൻപും ഭൂമിയിലെ വംശനാശത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഫ്ലഡ് ബസാൾട്ട്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇതുപോലെ ഒരു വലിയ ദുരന്തത്തെ നേരിടാനും അതിനെ അതിജീവിക്കാനും മനുഷ്യർക്ക് കഴിയുമോ എന്ന കാര്യം സംശയമാണ്. എന്നാൽ ഇത്തരമൊരു ദുരന്തത്തോടെ ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഇല്ലാതായി പോകുന്നുമില്ല. ഇതിനെയും അതിജീവിക്കാൻ ശേഷിയുള്ള ജീവികൾ നമ്മുടെ ഭൂമിയിലുണ്ട്. വളരെയേറെ അസിഡിക്കായ ചൂട് നീരുറവകളിലും സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിലും ജീവിക്കുന്ന സൂക്ഷ്മജീവികൾക്കും ഇത്തരം ദുരന്തങ്ങളെ അതിജീവിക്കാനാകും. അതായത് എത്ര വലിയ വംശനാശങ്ങൾ സംഭവിച്ചു എന്നാലും അതിൽ ഒരു ചെറിയ ജീവന്റെ തുടിപ്പെങ്കിലും അവശേഷിക്കുമെന്ന് സാരം. ഭൂമിയിലെ സകല അഗ്നിപർവ്വതങ്ങളും മുൻപൊരിക്കലും ഒരുമിച്ച് പൊട്ടിത്തെറിച്ചതായി ചരിത്രത്തിൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്നാൽ മനുഷ്യരാശിയുടെ നാശത്തിന് കാരണമായേക്കാവുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂമിയിൽ മുൻപും ഉണ്ടായിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള പെർമിയൻ കാലഘട്ടത്തിന്റെയും ട്രയാസിക്, ക്രിറ്റേഷ്യസ് എന്നീ കാലഘട്ടങ്ങളുടെയും അവസാനത്തിന് കാരണമായ വംശനാശങ്ങൾ വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കൊണ്ടാണെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. ഭാവിയിൽ ഇതുപോലുള്ള ദുരന്തങ്ങളെ അതിജീവിക്കാൻ മനുഷ്യരാശിക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം.